ഞാൻ വൈദികനായി 1 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുതിയ അഭിഷേകമുണ്ടായത്. ഒരു വചനം എനിക്കൊരു വലിയ സന്ദേശമായിട്ട് കർത്താവ് തരുന്നതുപോലെ അനുഭവപ്പെട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 16, 15, 18 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് ജ്ഞാനസ്നാനപ്പെടുന്നവർ രക്ഷ പ്രാപിക്കും, അല്ലാത്തവർ കുറ്റക്കാരായി വിധിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും. ഇങ്ങനെയുള്ള മർക്കോസിൻ്റെ 16, 15, 18 വചനങ്ങൾ ഒരു അഭിഷേകമായി എന്നിലേക്ക് കർത്താവ് നൽകി. ഒരു പ്രത്യാശയായിരുന്നു. ഞാൻ വൈദികനായിട്ട് 1 കൊല്ലമാകുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈശോ പറഞ്ഞ വചനങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടണം. ഞാൻ അതിനു മുമ്പും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരും ഉടനടി സുഖപ്പെടുന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ സന്ദേശം കിട്ടിയ ശേഷം ഞാൻ എറണാകുളത്ത് തന്നെ ഞാൻ കോളേജിൽ പഠിച്ച അതേ ആശ്രമത്തിൽ തന്നെയാണ് വൈദികനായ ശേഷം ഒരു പ്രൊക്കുറേറ്ററായിട്ട് എന്നെ സാമ്പത്തിക മേഖലയുടെ ഉത്തരവാദിത്വം നോക്കാൻ എന്നെ ഏൽപ്പിച്ചത്. രോഗികൾ വരുമ്പോൾ, ഭിക്ഷക്കാർ വരുമ്പോൾ അവരെ പള്ളിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും, രോഗം സുഖപ്പെടുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും. അനേക വർഷം വലിയ രോഗിയായിരുന്ന ഒരു യൗവനക്കാരൻ തങ്കച്ചൻ, ആ തങ്കച്ചനെ കണ്ടുമുട്ടി. തങ്കച്ചനെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. ആശ്രമത്തിലെ ഒരു മുറിയിൽ കൊണ്ടുവരുത്തി കൗൺസിലിംഗ് നടത്തി. മരിച്ചുപോയ അപ്പച്ചനോട്, അദ്ദേഹം മുൻകോപിയായിരുന്നു, മദ്യപാനിയൊന്നും ആയിരുന്നില്ല, ക്ഷമിക്കാനുള്ളത് മരിച്ചുപോയ അപ്പച്ചൻ്റെ പേര് വിളിച്ച് ക്ഷമിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു. അന്ന് വൈകുന്നേരം 8 മണിക്ക് അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അന്നത്തെ യൂത്ത് ഗ്രൂപ്പ് പ്രാർത്ഥിക്കാനുള്ളൊരു കൂടെ ചെല്ലുമെന്ന് പറഞ്ഞു. അമ്മയും 2 പെങ്ങന്മാരും തങ്കച്ചനും അവർക്ക് വേണ്ടി ഇതുപോലെ ആ മുൻകോപിയായ മരിച്ചുപോയ അപ്പച്ചനോട് ക്ഷമിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു. തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. തങ്കച്ചന് പിറ്റേ ദിവസം കാലത്ത് ഭയങ്കര വലിയ ഉണ്ടായെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ 45 കൊല്ലമായിട്ട് വലിവില്ല. അവന് വിവാഹിതനാകാനും 2 മക്കളുടെ പിതാവാകാനും എല്ലാം സാധിച്ചു. അവർക്കെല്ലാം നല്ല ഐശ്വര്യമുണ്ടായി. എൻ്റെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമായി. ചെറുപ്പത്തിലെ തൊട്ട് രോഗിയായിരുന്നു. എന്ന് വെച്ചാൽ ആസ്മ രോഗി എന്ന് വെച്ചാൽ ശ്വാസം മുട്ടെന്ന് വെച്ചാൽ ആ മരുന്നില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ഒരു നിമിഷം വരും. മരുന്ന് ഇപ്പോഴും കയ്യിൽ സ്റ്റോക്ക് വേണം. എപ്പോഴാണ് വന്നാൽ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ഹോസ്പിറ്റലിലായിരിക്കും. 25 വയസ്സ് ആ കാലഘട്ടത്തിൽ ഈ അച്ഛനായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. എന്നാൽ അച്ഛൻ്റെ കൈവപ്പിലൂടെ ഒരു ശമനം കിട്ടിയെങ്കിൽ അത് പെട്ടെന്ന് മാറിയില്ല. പിന്നെ അങ്ങനെ ഒരു കുറഞ്ഞ് ലാസ്റ്റ് ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കിട്ടി. എന്ത് ജോലിയും ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ. 49ാമത്തെ കൊല്ലമെന്ന് പറയാം. 48 കൊല്ലം വചന പ്രഘോഷകനായിട്ടാണ് ജീവിക്കുന്നത്. അതിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ദൈവത്തോട് നന്ദിയുണ്ട്. സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമല്ല. പരിശുദ്ധാത്മാഭിഷേകത്താലും അനേകരുടെ പ്രോത്സാഹനത്താലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇനിയും ഒരായുസുണ്ട്, അങ്ങനെ ഇനിയും ആയുസുണ്ടെങ്കിലും ചിന്തിക്കുന്നില്ല. ഇനിയും ഈ ശുശ്രൂഷയിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നു, അതിലഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ ഒരു അനന്ത കരുണയും കൃപയും മാത്രമാണ് ഈ ശുശ്രൂഷയുടെ ആനന്ദത്തിനും വിജയത്തിനും കാരണം. നിയുക്തനും പ്രിയങ്കരനും ഉദയം പോലെ സ്വയം പ്രഭ ചൊരിയുകയും ചെയ്യുന്ന ഒരാൾ, ആത്മാവിൻ്റെ നിശബ്ദതകളിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ, ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറയാതെ താൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, സമുദ്രം പോലെയുള്ള ഉള്ളിലെ ഈശ്വരഭാവത്തോടെ ലക്ഷ്യത്തിലേക്ക് ദൃഢപാദത്തോടെ നടന്നെടുക്കുന്ന ഒരാൾ, പ്രപഞ്ചനാഥന്റെ ഹൃദയവാതായനങ്ങൾ നമുക്കായി മെല്ലെ തുറന്നു തരുന്ന ഈ വൈദിക ശ്രേഷ്ഠന്റെ ജീവിതം ഒരുപക്ഷെ കാലം നമുക്കായി കരുതി വച്ച ഒന്നായിരിക്കാം. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുമുണ്ടായിരുന്നു എന്ന് തെല്ലഭിമാനത്തോടെ